ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ ചുമ്മാ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. വേറെ എല്ലാവരും അങ്ങനെ ഇതിനകത്ത് 2-3 പേര് 4 കേസ് എടുത്തു. ഓ മനസ്സിലായോ? ബാക്കിയുള്ള ആരും 4 കേസിൽ 1 കേസൊക്കെ എടുക്കണേ. നമ്മളങ്ങനെ ആദ്യം വന്നത് കൊല്ലത്തെ ബീച്ചിലോട്ട് തന്നെയാണ്. എപ്പോഴും ബീച്ച് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളുടെ പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിൻ്റെ സൈഡിലും ഒരു പാർക്കുണ്ട്. ഇതിപ്പോഴത്തെ ജലകേരളിയോ അങ്ങനെ അതെ ജലകേരളിയോ അവിടെ കുഞ്ഞുങ്ങളുടെ പാർക്കുണ്ട്. അവിടാണ് വന്നത്. ഓ കയറി പോയവൻ. ഇതോടെ എത്തി നോക്കുന്നേ. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി. കൊല്ലം ജലകേരളി കേന്ദ്രം. നമുക്ക് തണലത്ത് നോക്കിയിരിക്കാം. ഇവിടെ ഫുള്ളും വെയിലാണ് ഗൈസ്. നമുക്ക് അവിടെ ഇരിക്കാൻ ചേട്ടാ. കളിക്കാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇരുന്നത്. ഇവിടെ ഇരിക്കാം, കുറച്ചിരിക്കാം. ആദ്യ റൈഡിലൊക്കെ കയറി. ഇത് വൈകുന്നേരം വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഒക്കെ ആൾക്കാരൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ആരാരുമില്ല. അവിടെ കടയുണ്ട്, ഇപ്പോൾ ജ്യൂസ് കുടിക്കാം. കുറേ റൈഡുണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമാണ്, ഇവിടെ വൈകിട്ടാണ് കുറേ കൂടെ ആൾക്കാരൊക്കെ വരുന്നത്. പിന്നെ പിള്ളേരൊന്നുമില്ല, ഭയങ്കര ശാന്തമായിട്ടിരിക്കാം. അയ്യോ ഫസ്റ്റ് നമുക്ക് തണ്ണിമത്തിന് തുടങ്ങാം. ചൂടാണ് ഭയങ്കര. കൊള്ളാം കേട്ടോ, ഒരുപാട് മധുരമൊന്നുമില്ല. സൂപ്പർ. ആദി അവന് ഞാൻ വേണമെന്ന് ചോദിച്ചു. പക്ഷെ അവൻ ഈ റൈഡൊക്കെ കണ്ടപ്പോൾ ഏതിൽ കയറണമെന്നുള്ളൊരു വെപ്രാളത്തിൽ അവനിങ്ങനെ ഓടിച്ചാടി നടക്കുക. അവന് ജ്യൂസൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവൻ റൈഡിലൊക്കെ കയറി സന്തോഷിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടം പോലെ ഏണിയാവട്ടെ റൈഡാവട്ടെ. നമുക്ക് 30 രൂപയ്ക്ക് കണ്ട 3 പേർക്ക് ഒരാൾക്ക് 10 രൂപ കണ്ടേ ഉള്ളൂ. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ വന്നിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഊഞ്ഞാലിൽ കയറിയിരുന്നു. അപ്പോൾ എനിക്ക് ഊഞ്ഞാലിടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ കയറിയിരുന്ന് ആടി. ഞങ്ങൾ കണ്ടിരുന്നുണ്ട് ഊഞ്ഞാലാടുകയാണ് ഗൈസ്. അയ്യോ ഇത് മറിഞ്ഞ് വീഴുമെന്ന് അറിയത്തില്ല. ഞാൻ കയറിയിരുന്നു. പിള്ളേർക്ക് കയറിയിരിക്കേണ്ട സാധനമാണ്. അടിപൊളിയാണ് കേട്ടോ ഊഞ്ഞാല്. നൈസ്. ഒരു കൊച്ചു വെച്ചിരുന്ന് അടിപൊളിയാണ് കേട്ടോ ഇവിടെ. നമുക്കിങ്ങനെ എന്താ ഊഞ്ഞാലൊക്കെ ആടി. ഈ ഒരു ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അധികം ആടില്ല. നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. അടിപൊളി കേട്ടോ. റൈഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചുമ്മാ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാം. പിന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളിലൊക്കെ കയറാം. അടിപൊളിയാണ്. പൈനാപ്പിൾ ടേസ്റ്റ് ചെയ്തോ. കൊള്ളാം, അടിപൊളി പൈനാപ്പിള്. പൈനാപ്പിൾ സൂപ്പറാണ്. പൈനാപ്പിൾ കുറച്ച് മധുരക്കുറവാണ്. പൈസ കൊടുത്തു ഊഹ അടച്ചിട്ടേക്കോ കേട്ടോ. ആ ആ ആ അതി കിടത്തേ. താഴോട്ട് ഇറങ്ങിപ്പോ. എനിക്കിവിടെ എന്തൊരു ഫോട്ടോ എടുത്ത് തരണേ ചേട്ടാ. പുള്ളിക്കാരിയുടെ അടുത്ത് അടിപൊളിയായിട്ട്. ഹായ്. പിടിപൊളി. ഇതിൽ മേളിൽ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ ചേട്ടാ ഇവിടുത്തെ. ഭയങ്കര രസമാണ് ഈ മരവും.
ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഉച്ച സമയമായി കേട്ടോ. പക്ഷേ ആരും ഇല്ലായിരുന്നു. നമുക്ക് അടിപൊളിയായിട്ട് ഊഞ്ഞാലിലോ എവിടെ വേണമെങ്കിലും കയറി ഇരിക്കുകയോ സമാധാനത്തോടൊക്കെ ഇരിക്കാൻ പറ്റും. നല്ല രസമാണ്. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പക്ഷേ നമ്മൾ വന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു. നമുക്കിങ്ങനെ പക്ഷേ രാത്രിയിൽ വൈകുന്നേരം വരുമ്പോൾ ഇവിടെ കടകളും അവിടെ ഇവിടെയൊക്കെ മിഠായികൾ അങ്ങനെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പക്ഷേ കടകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ശാന്ത സമാധാനം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റൈഡൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ട്രെയിനോ ഊഞ്ഞാലോ അടുപ്പിച്ച് താത്താ മതി. പുറത്ത് വെക്കടി. പേടിയായിരുന്നു. ഒരു ഫോട്ടോ എടുത്തതിന് ചേട്ടാ അങ്ങനെ തന്നെ വെച്ച് തമ്മിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാ റൈഡിലും കയറി. കൊച്ചു പിള്ളേർ കയറുന്ന എല്ലാ റൈഡിലും കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ റൈഡിൽ കയറുന്നതും പിന്നെന്താ ഇങ്ങനെ ഊഞ്ഞാലാടുന്നത്. വീട്ടിൽ നേരത്തെ ഊഞ്ഞാലൊക്കെ കിട്ടി ആടുമായിരുന്നു. പക്ഷേ ഇപ്പം കുറേ നാളുകൊണ്ട് കല്യാണമൊക്കെ കഴിച്ചൊരു കൊച്ചൊക്കെ ആയതിനു ശേഷം വീട്ടിലാരും ഊഞ്ഞാലും എടുത്തരത്തില്ല. പിന്നെ നല്ല രസമല്ലേ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ റൈഡിലൊക്കെ കയറാൻ. പക്ഷേ ഇതൊക്കെ പൊട്ടി വീഴുമെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. നമുക്കൂടെ കയറാൻ പറ്റുന്ന രീതിയിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ദാണ്ടെ നമ്മൾ അടിപൊളി സ്ഥലം കേട്ടോ. എല്ലാവർക്കും അറിയാം ഇത്. പിന്നെ വരാത്തവരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. കിട്ടിയില്ല എന്തേ? ഓ ഞാൻ കണ്ടുകൊണ്ടോ നടക്കല്ലേ അത് മറ്റേ അതാ അതുകൊണ്ടല്ലോ അവിടെയുണ്ട്. ഒയ്യോ മീനെ കണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോ? അത് മീനാട്ടോ. ആ ഒരു അയ്യോ മീൻ്റെ ചാകരല്ലേ കുഞ്ഞുങ്ങളോ ചത്തുവോ? അതെന്താ ചേട്ടാ അങ്ങനെ? ഭയങ്കര വെയില്. ഓക്കെ കളിച്ചോ. അത് രക്ഷപ്പെട്ടു. ഓ പോന്നു. ചെവിവേദനയാന്ന് പറയല്ലേ. അതൊക്കെ കൃഷ്ണ നീ കൂടെ വാ വാടി. താഴെ ഭയങ്കര വെയിൽ. താഴോട്ട് പോകാൻ പറ്റുന്നില്ല. ആദ്യം തൂക്കിയിട്ടേക്കുവാ സുഹൃത്തുക്കളെ. ആദ്യം തൂക്കിയിട്ടേക്കുവാണേ. സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കൂ. അതാണ് ജെല്ലി ഫിഷ്. പക്ഷേ കണ്ടാൽ ഒരു വെള്ള തുണി കിടക്കുന്നത് പോലെ തോന്നുമെങ്കിലും അതാണ് ജെല്ലി ഫിഷ്. ഞാൻ താഴെ ചെന്നിട്ട് അത് നല്ലതുപോലെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴെ പോയിട്ട് അവിടുത്തെയും കൂടെ ഒന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ്. അങ്ങനെ ആദ്യം കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് താഴോട്ട് വന്നു. പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ. വെയിലത്ത് ഇതിനകത്തൊക്കെ ഇരിക്കുന്നത് ഭയങ്കര എന്തോ പറയുന്നത് വെയിൽ കുഞ്ഞുങ്ങൾക്ക് പനിയും എല്ലാം കൂടെ പെട്ടെന്ന് വരും. അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ താഴോട്ട് വന്ന് പിന്നെ ഇവിടെ തണൽ നോക്കി ഒരു ഓരം പിടിച്ച് ഞാനിവിടെ ഇരുന്ന് കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമാണ്. കുറച്ചും കൂടെ ഒക്കെ ആക്ടിവിറ്റി ഒക്കെ പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ട്. നല്ല രസം. നേരത്തേക്ക് ആദ്യം കുഞ്ഞായിരുന്ന സമയത്ത് വരുമ്പോൾ ഇതിനകത്തൊന്നും കയറത്തില്ലായിരുന്നു. ഇപ്പോൾ അവന് ഭയങ്കര വലുതായപ്പോഴത്തേക്ക് ഇയാൾ എല്ലാത്തിനും വലിഞ്ഞു പിടിച്ച് കയറുമായിരുന്നു. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമുക്കും ഇതിനകത്തൊക്കെ ഇങ്ങനെ കയറിയിരിക്കാം, പന്ത് കളിക്കാം, നല്ല രസമാണ്. പന്ത് കളിക്കുന്നതിനകത്തൊക്കെ ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ താഴെ വീഴുമെന്ന് എനിക്കറിയാതുകൊണ്ട് ഞാൻ അതിനകത്ത് വലിഞ്ഞു പിടിച്ച് കയറിയില്ല. ബാക്കി എല്ലാത്തിനകത്തും ഞാൻ കയറി കേട്ടോ. വൈകിട്ട് ഈവനിങ് ആകുമ്പം ഇതൊക്കെ ഓപ്പൺ ആവും ആണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. മീനെല്ലാം കൂടി ഇങ്ങനെ കൂട്ടം പോകുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം മീനാണ്. ഇതെല്ലാം മീനുണ്ട്. കാണാൻ അറിയത്തില്ല. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ 10 മിനിറ്റൊക്കെ വന്നിരിക്കാം. ഭയങ്കര രസം കേട്ടോ. അടിപൊളി ഭയങ്കര വൈബ്, ഒരു സമാധാനം, സന്തോഷം. നമുക്ക് ഇങ്ങനെ ഇരിക്കാം. അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ. ആദ്യം തോണ്ട് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് കയറുന്നതിന് 10 രൂപയാണ്. അയ്യോ ഇതാ മറിഞ്ഞ് വീണതിനകത്ത്.
ആമ അവിടെ ഇരിപ്പുണ്ട്, അതല്ല. ജെല്ലി ഫിഷിനെ കണ്ടോ? അതുകൊണ്ടുണ്ടോ ജെല്ലി ഫിഷ് പോകുന്നുണ്ടോ? ജെല്ലി ഫിഷ് ഉണ്ടോ? ജെല്ലി ഫിഷ് കുഞ്ചു അടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പടിച്ച് അപ്പോൾ ഫുഡ് കഴിക്കാനാണെന്ന് പറഞ്ഞ് വെള്ളോട്ട് പോവാണ് കേട്ടോ. അപ്പോഴാണ് ആദ്യക്ക് ട്രെയിനിൽ കയറണമെന്നുള്ള ആഗ്രഹം ഉദിച്ചത്. അങ്ങനെ അവനെയും അച്ഛനെയും കൂടെ ട്രെയിനിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിനിൽ അവൻ പറഞ്ഞ അവൻ ചെന്നൈയിലോട്ട് പോകാമെന്ന് പറഞ്ഞാണ്ട് ട്രെയിനിലോട്ട് പോകുന്നുണ്ട്. പിടിച്ചോണേ. ആ പോ, ചെന്നൈ പോക്കോ. ചെന്നൈ എത്തിയോടെ? കണ്ടടാ കാണിച്ചേ. കാണിച്ചാ ആ പോന്നു. അതൊക്കെ പറഞ്ഞു കയറണോ ചേട്ടാ? അതെത്ര അതിനകത്ത്? 20 കയറുന്നോ? സ്പീഡ് കൂടുതലാണോ? അയ്യടാ പോവാൻ ചേട്ടാ, എനിക്ക് തലറങ്ങും. വേണ്ട, ഊഞ്ഞാലല്ലേ? എന്റെ കൃഷ്ണ, കൊള്ളാം. ഇത് കൊള്ളാല്ലേ? ആ കൊള്ളാൻ ചേട്ടാ. അയ്യോ അയ്യോ, പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. അടിപൊളി രസമുണ്ട്. പാടാ. അവിടെ ഇരിക്കുന്ന ഒറ്റയ്ക്ക് ഇരിക്കണ്ട. അടിപൊളിയില്ലേ? അടിപൊളിയില്ലേ? നോക്കടാ. ശരിയല്ലടാ? ആണോ ചേട്ടാ? കുറയ്ക്കട്ടാ. കൊള്ളാടാ. അടിപൊളിയല്ലയോ? അവൻ മേടിക്കണം. അച്ഛൻ മേടിച്ചിട്ടില്ലേ? ഇതെന്താ? അടിപൊളിയല്ലേ?
പേടിച്ച് വിറച്ച് നല്ല എന്നിട്ടുള്ള അങ്ങോട്ട് ഒരു രക്ഷയില്ല. അങ്ങ് തിരിച്ചു വരാം, നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. നമുക്ക് കഴിച്ചു തരാം. അച്ഛനെ വശം നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ നമുക്ക് എവിടെയെങ്കിലും ഫുഡ് അടിക്കാൻ പോകാം. അടിപൊളിയായിരുന്നു കേട്ടോ. റൈഡ് ഒരു രക്ഷയില്ലായിരുന്നു. ബിരിയാണി വേണോ? ചുമ്മാ കഴിക്കത്തുമില്ല. കുഞ്ഞിനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണേ. ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ. കുഞ്ചൂര് അല്ലേ അല്ലയോ? അതിരിപ്പോട്ടോ. എവിടെ കൊണ്ട് മറന്നു വെച്ചേടാ? എടാ എവിടെ ആയിരുന്നു? അതേന്ന് പറ. എവിടെ? പോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എന്തോ കടയുടെ പേര് ഞാൻ മറന്നുപോയി. കൊല്ലത്ത് കുറച്ചടുത്താണ്. നല്ല ഫുഡായിരുന്നു. ഊണായിരുന്നു വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെയും ജലകേരളിയിലോട്ട് അവൻ്റെ കണ്ണാടി അവൻ ആ ട്രെയിനകത്ത് വെച്ച് മറന്നുപോയി. അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ബീച്ച് സൈഡിലോട്ടാണ് പോകുന്നത്. ഒടുക്കത്തെ വെയിൽ, എൻ്റെ പൊന്നെ 3 മണിയായി. പക്ഷേ എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ബീച്ച് വന്നു. പക്ഷേ ഭയങ്കര വെയിൽ കാരണം കുട പോലും എടുത്തില്ല. എങ്ങനെ പോകുമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് തന്നെ ഇറങ്ങാൻ. വെയിലത്ത് നടക്കാൻ സുഹൃത്തുക്കളെ വട്ടാണെന്ന് വിചാരിച്ചാൽ യെസ് ഐ ആം ഭ്രാന്തി. എനിക്കൊന്നുമില്ല, നമുക്ക് പോവണ്ടേ? അതെ ഗാദി കടല് ഭയങ്കര അല്ലേ? നമ്മളിവിടെയൊക്കെ പണ്ട് അഞ്ചേട്ടാ പോവണ്ടല്ലേ? അവിടെ അങ്ങനെ നിന്നാ മതിയേ. അഞ്ചേട്ടാ ലവ് ആയിരിക്കും നോക്കിയേ. അതിയുടെ ലവ് ആരൊക്കെ കുഞ്ഞിനെ പിടിക്കാൻ ചേട്ടാ? ഭയങ്കര വെയിലാണോ? ഭയങ്കര വെയിലാണ്. പനിയാ കേട്ടോ. എടുത്തേ തരാവോ?
അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്താ, പിന്നെ നമ്മുടെ അവിടുത്തെ ഹന ഫുഡ്സ് എന്ന് പറയുന്ന കട ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയല്ലേ, അവിടെ തുറന്നില്ല. അവിടെ നല്ല പഴംപൊരിയൊക്കെ കിട്ടുമായിരുന്നു, പക്ഷേ അത് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇതാണ്ട് വീട്ടിലെത്തി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.